ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുമ്പ് നമ്മൾ പല വീഡിയോകൾ സ്മോക്ക് ഹൗസിനെ പറ്റി, റബ്ബർ ഷീറ്റ് ഉണക്കുന്ന സ്മോക്ക് ഹൗസ്, അതായത് 4 ഗ്രേഡ് ഷീറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സ്മോക്ക് ഹൗസുകളെ പറ്റി നമ്മൾ വീഡിയോകൾ ഇട്ടിരുന്നു. അപ്പോൾ പലരും പല അഭിപ്രായങ്ങൾ ചോദിച്ചു. കൂടുതൽ ഷീറ്റുള്ളവരും കുറഞ്ഞ ഷീറ്റുള്ളവരും എങ്ങനെയാണ് അത് ഉണക്കിയെടുക്കുന്നത്, കൂടുതലുള്ളവരുടെയും കുറഞ്ഞുള്ളവരുടെയും തമ്മിൽ വ്യത്യാസമുണ്ട്, വലിയ സ്മോക്ക് ഹൗസും ചെറിയ സ്മോക്ക് ഹൗസും. അപ്പോൾ ചെറിയ സ്മോക്ക് ഹൗസ് വെച്ച് ഉപയോഗിക്കുന്ന രീതിയും കുറച്ച് ഷീറ്റുകൾ എങ്ങനെ നമ്മൾ നല്ല ഗ്രേഡ് ഷീറ്റ് ആക്കിയെടുക്കും എന്നുള്ളതിനെ പറ്റിയും അറിയുന്നതിന് വേണ്ടി നമ്മളൊരു കർഷകൻ്റെ അടുത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. ഇദ്ദേഹമാണ് കർഷകൻ. ചേട്ടൻ്റെ പേര് പുരുഷോത്തം നായർ. ഈ പുരുഷോത്തം നായർ ചേട്ടനുമായിട്ട് നമുക്ക് ഇന്ന് സംഭവങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാം. ചേട്ടന് എത്ര കാലം കൊണ്ട് ഈ സ്മോക്ക് ഹൗസ് ഉപയോഗിക്കുന്നുണ്ട്? 2 വർഷമായി. 2 വർഷമായി. 2 വർഷം കൊണ്ട് ഉപയോഗിക്കുന്ന സ്മോക്ക് ഹൗസ്, ഇതിൽ എത്ര ഷീറ്റുകൾ വീഴും? 120 ഷീറ്റ് പരമാവധി ഇടാം. വളരെ ചെറുതായിട്ട്, വളരെ വ്യാപ്തം കുറച്ച്, അതായത് വളരെ ചെലവ് കുറച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം കുറച്ച് സ്ഥലത്ത് തന്നെ കൂടുതൽ ഷീറ്റുകൾ വീഴുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ചെലവ് വളരെ കുറവാണ്. ഏകദേശം ഒരു എത്ര രൂപയോളം ചെലവ് വരും ഇങ്ങനെ ഒരു സ്മോക്ക് ഹൗസ് ഉണ്ടാക്കിയെടുക്കും? 30,000 രൂപ വിലയാവും. പക്ഷെ വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ, കൂടുതൽ ഷീറ്റുകൾ വീഴും. അപ്പം എത്ര ദിവസം കൊണ്ട് നമുക്ക് ഇത് ഉണക്കിയെടുക്കാൻ കഴിയും? പ്രത്യേകത വെച്ചാൽ 2 പ്രാവശ്യം പുകയടിച്ചാൽ മതി, സൂപ്പർ ഷീറ്റായിട്ട് കിട്ടും. ഒരു ദിവസം എത്ര പുക കൊടുക്കും? ഒരു ദിവസം മറ്റം പുകയടിച്ചാൽ മതി, പിന്നെ 3-ൽ ഒരു പുകയും കൂടെ അടിച്ചാൽ മതി. അപ്പം പതുക്കെ നമ്മൾ എടുക്കും. 2 ദിവസം കൊണ്ട് എടുക്കുന്ന സംവിധാനമല്ല, നമ്മൾ 3 ദിവസം കൊണ്ടേ എടുക്കും. അപ്പൊ ഒരു ദിവസം പുക ഇട്ടു, പിറ്റേന്നിട്ടില്ല, അതിന്റെ 3-ാമത്തെ ദിവസം വീണ്ടും ഒരു പുക കൊടുത്തു, ഒരു പുകയും കൂടി ഇട്ടെങ്കിൽ നല്ല ഷീറ്റായിട്ട് കിട്ടും. നല്ല ഷീറ്റായിട്ട് കിട്ടും. അപ്പൊ ഇതിന് ഇന്ധനം എന്താണ്? ഇതിനെ കത്തിക്കാൻ എന്താണ് ഇന്ധനം കൊടുക്കുന്നത്? ഇന്ധനം തീരെ കുറച്ച് മതി ആണല്ലോ. ഇതാ സംഭവം. അത് ശരി. ഇതിനകത്ത് ഒരു 2 തേങ്ങയുടെ തൊണ്ടും ഒരു ശകലം വിറവും പിന്നെ ഒക്കെ കൂടെ മതി. കുറച്ച്, വളരെ കുറച്ച് സാധനം മതിയല്ലയോ? ഏരിയ വളരെ കുറവായതുകൊണ്ട് കുറച്ച് സാധനം, കുറച്ച് ഇന്ധനം മതി. നമുക്ക് ഇച്ചിരി പേപ്പറോ എന്തെങ്കിലും ഇട്ട് വെച്ച് കത്തിച്ച് ഇത് ഇതുപോലെ അടയ്ക്കുക. അങ്ങോട്ട് പിടിച്ച് വെച്ച് അടച്ചാൽ മതി. ഇതുപോലെ അടച്ചാൽ മതി. അപ്പം ആ ചൂട് മുഴുവൻ ഇതിനകത്ത് നിൽക്കും. ഈ 3 ദിവസം കൊണ്ട് നല്ല ഷീറ്റായിട്ട് നമുക്ക് കിട്ടും. ഇത് അന്നുള്ള ഷീറ്റ് ഇതിനകത്ത് ഇടാറുണ്ടോ? അതോ അന്നുള്ള ഇത് വെള്ളം വാർന്നിട്ടിടും. അല്ലാതെ ഉണങ്ങിയിട്ടല്ല ഇടുന്നത്, കളറാക്കാൻ വേണ്ടി ഇടുവല്ല, വെള്ളം പറക്കാനും അന്നേരം ഇടുകയാണ്. ഒരു 10-30 ഷീറ്റ് ആയി കഴിയുമ്പോൾ എന്ത് പ്രയോജനമുണ്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നതും അല്ലാതെ കൊടുക്കുന്നതുമായിട്ട്? ഇങ്ങനെ കൊടുക്കുന്നത് ഭയങ്കര പ്രയോജനമില്ലേ. നമ്മൾ നേരത്തെ ഷീറ്റ് കൊടുത്തോണ്ടിരിക്കുമ്പം പിന്നെ 4, 5 2 ഗ്രേഡേ ഉള്ളായിരുന്നു. അപ്പം നമുക്ക് 5-ൻ്റെ കിട്ടത്തുള്ളൂ. ഇപ്പോൾ വന്നിട്ട് അവർ ലൂസ് മറ്റേത് വേണ്ട, ഒരു 4-ൻ്റെ നിന്ന് 15 രൂപ വരെ അവർ കുറയ്ക്കാൻ തുടങ്ങി. ഓ, അത് ശരി. നമ്മൾ എങ്ങനെ കൊണ്ട് കൊടുക്കും? കർഷകന് വലിയ നഷ്ടമാണ് വരുന്നത്. അങ്ങനെയാണ് അവരുമായിട്ടൊക്കെ പിന്നെ നമ്മൾ ഷീറ്റ് എടുത്തുകൊണ്ട് വരികയും പിന്നെ കൊടുക്കാതിരിക്കുകയും പലയിടത്തും കൊണ്ട് എല്ലാവരുടെയും പരിപാടി. അങ്ങനെ ഈ സ്മോക്ക് ഹൗസ് വാങ്ങിക്കാൻ കഴിയും. പൈസ ഇല്ലെങ്കിൽ ഈ സ്മോക്ക് ഹൗസ് മാറ്റിയതുകൊണ്ട് ഹോൾസെയിൽ കച്ചവടക്കാരനായിട്ട് നമ്മൾ പിണങ്ങേണ്ട അവസ്ഥ വരെ വരുന്നുണ്ടാവുന്നുണ്ട്. അവരങ്ങ് ഭയങ്കര ലൂസ് ആണെന്ന് പറയും. നമ്മൾ എങ്ങനെ കൊണ്ട് കൊടുത്താൽ എങ്ങനെ കൊണ്ട് കൊടുത്താൽ തിരിഞ്ഞു മാറുക ഷീറ്റ്. അങ്ങനെ വന്നിട്ട് അവരങ്ങോട്ട് കയറ്റി പോക്കോത്ത് വെച്ചിട്ട് അവർ വലിയ വില ചോദിക്കും. ഇപ്പൊ ആ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ലല്ലോ. ഗ്രേഡ് ഷീറ്റ് ആയിട്ട് തന്നെ വില എവിടെ കൊണ്ട് കൊടുത്താലും നമുക്ക് നല്ല ഗ്രേഡ് ഷീറ്റിന്റെ വില തന്നെ നമുക്ക് കിട്ടും. ഇപ്പൊ വളരെ വില കുറവാണ്. ഇപ്പം റബ്ബർ കൊടുത്താലും വിലയില്ല, ലാറ്റക്സ് കൊടുത്താലും വിലയില്ല. ഇപ്പൊ വില വളരെ കുറവാണ്. എങ്കിൽ കിട്ടുന്ന സാധനത്തിന് നല്ല വില, നമുക്ക് ഉള്ളതിൽ നല്ല വില കിട്ടുന്നുണ്ട്. അതിനൊക്കെ ചെലവും വരുന്നില്ല. അപ്പൊ നല്ലൊരു സ്മോക്ക് ഹൗസ് ആണ്. കാണാൻ വളരെ ചെറുതാണ്. നമുക്ക് അത്യാവശ്യം അത്രയും ഷീറ്റുകൾ വീഴുമെന്ന് പറയുമ്പോൾ വലിയൊരു കാര്യം തന്നെയാണ്. ആദ്യമേ ഇടുന്നതല്ല ഇവിടെ. അത് ഇത് കഴിയുമ്പോൾ ഇത് ഇങ്ങോട്ട് പാടി കഴിയുമ്പോൾ 2-ാമത്തെ ദിവസം എടുത്ത് എല്ലാം മേളിലിടും. മാറ്റിയിടും. കൂടുതൽ ചൂട് കിട്ടുന്ന അടിയിലായതുകൊണ്ട് ആദ്യത്തെ പച്ച ഷീറ്റുകൾ അടിയിലിടും. എന്നിട്ട് അവിടെ മാറ്റും. ഉണങ്ങുന്നത് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ഇട്ടോണ്ടും ഇരിക്കും, എടുത്തോണ്ടും ഇരിക്കും. അല്ല, ഒരുമിച്ചല്ല ഇടുന്നത്. ഒരുമിച്ചിടുന്നില്ല. അപ്പൊ കുറച്ച് ഷീറ്റ് ഉള്ളത് ഉണങ്ങുന്ന പിറ്റേ ദിവസം നമ്മൾ തുറക്കുമ്പോഴും മാറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ സാധാരണ ദിവസങ്ങളിൽ നമ്മൾ ഷീറ്റ് അടിച്ച് അയയിലിട്ടു, ഉണക്കി, പിന്നെ വീണ്ടും അത് പിറക്കി വെച്ചു, വീണ്ടും നമ്മൾ പിറ്റേ ദിവസം വെയിലത്ത് പിറക്കി ഇട്ടു. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഈ ഒരു കാര്യത്തിലില്ല. ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഈ നമ്മളിപ്പോ പ്ലാസ്റ്റിക് ഇട്ടാൻ വെട്ടുന്നത് മഴയത്തും വെട്ടും. മഴയത്ത് വെട്ടിയെന്ന് പറഞ്ഞാലെ കൊണ്ട് മഴയത്ത് ഈ ഷീറ്റ് ഇട്ട് എവിടെ ഇട്ടാ ഉണക്കുന്നത്? അതൊരു പ്രശ്നമാണ്. അത് വെള്ളം തോന്നാൻ ഇതിനകത്ത് എടുത്തില്ല, നമുക്ക് പുകയടിക്കാം. ഏറ്റവും വലിയ അല്ലെങ്കിൽ മഴയത്ത് വെട്ടാൻ ഒക്കത്തില്ല. എങ്ങനെ ഇട്ടാലും പൂത്ത് വളച്ച് നാശമായി പോകും, ഉറങ്ങാൻ ഒക്കത്തില്ല.
തന്നെയല്ല അത്രയും ജോലി കുറവുണ്ട്. ഇത് പിറക്കി തിരിച്ച് അടുക്കി വെക്കുകയും വീണ്ടും തിരിച്ച് വെയിലത്തിടുകയും ആ ഒരു 2 ജോലിയും വേണ്ട. ഒന്നും വേണ്ട. ഈ കാണുന്ന ഒരു സ്മോക്ക് ഹൗസ് ഒരു സാധാരണക്കാരൻ, അതായത് ചെറുകിട ഒരു കർഷകന്, ചെറുകിട കർഷകന് കിട്ടുന്ന റബ്ബർ ഷീറ്റുകൾ പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് തൻ്റെ കഴിവനുസരിച്ച് തൻ്റെ സൗകര്യമനുസരിച്ച് ഉള്ള രീതിയിൽ വാങ്ങി ഉപയോഗിക്കുന്നത് കൊണ്ട് വളരെ ഉപകാരം അദ്ദേഹത്തിനുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം നിങ്ങളും ഇത് മനസ്സിലാക്കുക. നമുക്ക് കുറച്ച് ഷീറ്റേ ഉള്ളെങ്കിൽ പോലും നമുക്ക് ഇത്തരം ചെറിയ സ്മോക്ക് ഹൗസുകൾ വരെ വാങ്ങി നമുക്ക് ഉപയോഗിച്ച് നമുക്ക് നല്ല ഗ്രേഡ് ഷീറ്റ് കിട്ടും. എന്തായാലും ഇത്രയും നല്ല അറിവുകൾ തന്ന ഈ പുരുഷോത്തമൻ ചേട്ടനോട് വളരെയധികം നന്ദിയുണ്ട്. നിങ്ങളും ഇനിയും ഞങ്ങളുടെ വീഡിയോ കാണുക. ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരേക്കും എല്ലാവർക്കും നമസ്കാരം.